എന്തോ രോഗങ്ങൾ വണ്ടി ചെല്ലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മൾ എത്തിപ്പെടാനായിട്ട് ആഗ്രഹിച്ച സ്ഥലത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോടമല ശ്രീ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ കമാനത്തിന് തൊട്ട് കീഴിലാണ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് കയറി വരാനുണ്ടല്ലോ, കുറച്ച് പാടാണ്. പക്ഷേ നമുക്ക് വാഹനം വരും. ഒരു വലിയ കയറ്റമൊക്കെ കയറി നമ്മൾ ആ വഴിയൊക്കെ കണ്ടിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. വന്ന വഴി ആദ്യം കണ്ടിട്ട് പോവാം. വിശദമായ കാഴ്ചകളുണ്ട്, വളരെ മനോഹരമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വഴി ഒന്ന് കണ്ടിട്ട് എല്ലാവരും കാഴ്ചകളിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ പോകുന്ന വഴി ഏതാണെന്നറിയാവോ? ഇത് നമ്മുടെ മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയിലെ വടശ്ശേരിക്കരയിലേക്ക് തിരിയുന്നതിന് തൊട്ടിപ്പുറത്തുള്ള ഒരു മണ്ണാറക്കുളഞ്ഞി ഭാഗമാണ്. ഇവിടെ നമ്മൾ കുറച്ച് വഴിയേ കാണിക്കുന്നുള്ളൂ. വളരെ മനോഹരമായി പണിതിട്ടിരിക്കുന്ന റോഡാണ്. ഇതിലുള്ള യാത്ര വളരെ ആസ്വാദ്യകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റോഡ് ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് റോഡ് മാത്രമായിട്ടൊരു വീഡിയോ എടുത്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ വടശ്ശേരിക്കര റൂട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഈ ഒരുപാട്, അതായത് നമുക്ക് ചെന്നെത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് റൈഡ്, ആസ്വാദ്യകരമായിട്ടുള്ള മനോഹരമായ ഒരു റൈഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടങ്ങളിലുള്ള വഴിയൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. ഇത് നേരെ പോയി കഴിഞ്ഞാൽ മലയാലപ്പുഴ അട്ടച്ചാക്കൽ ഭാഗത്തേക്ക് ചെന്നിറങ്ങാൻ പറ്റും. നമ്മളിതാ ഇവിടുന്ന് ജസ്റ്റ് ഡീവിയേഷൻ എടുക്കുക. ഇവിടെ വന്നിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു കാഴ്ച അതിൻ്റെ മേളിൽ ഭാഗത്തായിട്ടുണ്ട്. ആ കാഴ്ച നമ്മൾ കണ്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. മനോഹരമായ കാഴ്ചകളാണുള്ളത്. മനോഹരമായ, ആരാലും അൺഎക്സ്പ്ലോർഡായിട്ട് കിടക്കുന്ന, ആദ്യമായിട്ട് ഫസ്റ്റ് ഓൺ യൂട്യൂബ് എന്ന് തന്നെ പറയാം, ആദ്യമായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്ന ലവ് ടു ട്രാവൽ സോണാണ്. അപ്പോൾ അതൊരു അഭിമാന നിമിഷമാണ്. നമ്മളങ്ങനെ ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് മനോഹരമായ ഡെസ്റ്റിനേഷനുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതുപോലുള്ള ആരാധനാലയങ്ങളൊക്കെ നമ്മളിതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാലാകാലങ്ങളിൽ. കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്ന് എപ്പോഴും നമുക്ക് വേണം. അതുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. അപ്പം അതിമനോഹരമായ ഈ റൈഡ് ആസ്വദിക്കുക, കൂടെ ഉണ്ടാവുക. ഓക്കെ, പോവാം. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രം. വഴി കറക്റ്റായിരുന്നു. വ്യൂ ആനസാറൊക്കെ ഉള്ളതുകൊണ്ട് ആനസാറൊക്കെ വെകളി പിടിച്ച് നടക്കും. തോർത്ത് ഹെഡ്സ് വന്നിപ്പോല്ലേ? എല്ലാം വീട്ടുകാരുണ്ട്. പക്ഷേ നമ്മള് ഒരുപാട് ഉയരത്തിൽ വന്നു. നമ്മളൊരു വനത്തിലോട്ട് കയറുക. റൈറ്റ്, വ്യൂ ആണോ? ബസ്കേര വന്നപ്പോ മൂളുന്നു കേട്ടോ വണ്ടി. കണ്ടത് ചേന ഈടെ മുറുക്കിയതാ. പക്ഷെ സംഭവം എന്താ ചോദിച്ചാ ആയിരിക്കാം. അതെ, ഫസ്റ്റ് തന്നെ വരുന്നല്ലേ. ആ ചേമ്പർക്ക് അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ.
വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് എത്തുക നമ്മളെ അല്ലേ? അടിപൊളി. സത്യത്തിലേ എന്റെ മാറ്റം ഞാൻ എന്ത് വിചാരിച്ചത് എവിടെ നമ്മൾ വന്നേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ആ സംഭവം കൂടെ ഒന്ന് കണ്ടു കിട്ടിയാലേ മതി. ചെവി അടച്ച് കാരണം കുട്ടിക്കാലം ചോരം കയറുന്നെങ്കിൽ കൂടുതലായിരുന്നു. കോടമല, കോടമല ശ്രീ മഹാദേവ ക്ഷേത്രം, മലയാളപ്പുഴ ഏറം അല്ലേ? 500 മീറ്റർ. യെസ്, നമ്മളപ്പം അതിലേക്ക് സബ്മിറ്റ് ചെയ്യാണ്. വെറൈറ്റി സ്ഥലങ്ങൾ, ഇൻക്രെഡിബിൾ പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞാല് അല്ലേ, അതിനപ്പുറം നമ്മൾ പോണം. അൺഎക്സ്പ്ലോർഡ് അല്ലേ? ആണോ? വേറൊക്കെ വലിച്ചു കിട്ടി. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അല്ലേ, ഫസ്റ്റ് ഓൺ യൂട്യൂബ് എന്നൊക്കെ പറയാം അല്ലേ? അതിഥി പത്തനംതിട്ട ജില്ലയിൽ ഇനി നമുക്ക് അപൂർവമായിട്ടുള്ള വ്യൂ കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് ഒട്ടും നടന്നു പോകണ്ട കേട്ടോ, ഒട്ടും നടന്നു കയറണ്ട. പേരെന്താ? എൻ്റെ പേര് രാജേന്ദ്ര. ഇവിടുത്തെ സെക്രട്ടറി. ഇത് കല്യാണത്തിൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഓക്കെ, അങ്ങോട്ട് പോവാം. എന്നാ ശിവരാത്രി അല്ലേ? മാർച്ച് 8 മാർച്ച് 8 ലവ് ടു ട്രാവൽസോ ഈ ഏരിയയിലുള്ള അത്യാവശ്യം ഹൈറ്റിലുള്ള എല്ലാം ചെയ്തു. പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ശിവന്റെ വ്യൂ പോയിന്റ് അത്ര ഇല്ല കേട്ടോ. നമസ്കാരം. എന്ത് പരിപാടി? ആ ഹാ ഹാ, കല്ല് താത്തിട്ട്. ആ, ഈ കല്ല് താത്തില്ലേ? ആണോ? അത് ആണുങ്ങളെ പെണ്ണുങ്ങളെ? എവിടെ അത് സ്റ്റേജ്? അപ്പം ഇവിടെ കെട്ടാണ്. ഓക്കെ ഓക്കെ. ഓ ശരി. അതെ, വേറെ പരിപാടിയൊന്നുമില്ല. ഭജനയുണ്ട്. ആ, എൻ്റെ ഒരു ഇതൊക്കെ ഇടാം, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഇച്ചിരി അഡ്വഞ്ചറായിട്ട് കയറി വരുന്ന, നടന്നു വരുന്ന ഒക്കെ ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വിചാരിച്ച. അപ്പോഴൊരു കൂട്ടുകാരനാണ് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നോക്കാം. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ, പക്ഷേ ഗൂഗിളിൽ കാണുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു താഴെ കണ്ടത്തിൻ്റെ ആ ഭാഗത്ത് എവിടെയോ കാണുന്നത്. അപ്പോൾ കയറി വന്നപ്പോൾ ഒരുപാട് കയറി വന്നു. നല്ല അറ്റ്മോസ്ഫിയർ, അടിപൊളി. ആ നല്ലേ. മലയാളപ്പുഴയുടെ ഒക്കെ കാവൽ 5 കാവൽ മലയിൽ ഒരെണ്ണം ഇതാ. ഓക്കെ, ബാക്കി 4 കോട്ടമല പോയി. ആ, അതാ ഞങ്ങൾ തോട്ടത്തിൽ നടന്നു പോയത്. ഒരു 3 കിലോമീറ്റർ നടന്നു പോയി. അത് പോയേനെ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങി വണ്ടി പോകും. ആ, വേറെ അപ്പോൾ അടുത്ത 2 3 ശേഷം അതൊന്ന് നോക്കി. പച്ച ഇല്ലേ? ഫോറസ്റ്റുകാർ കൊണ്ടുപോകും. ആ, അത് കുഴപ്പമില്ല, ഞങ്ങൾ എവിടെ പോയല്ലേ. ആ, പോകാം. ബേക്കാവ്.
പേക്കാവ്. ആ അരവളത്തിൻ്റെ പോകും അല്ലേ? 17 കിലോമീറ്റർ. നമ്മളിവിടെ നടന്നു പോകണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നമുക്ക് കാണും. ചെങ്ങറ വ്യൂ പോയിന്റ് ഒക്കെ എതിരായിട്ടൊക്കെ വരും അല്ലേ? പക്ഷെ കുറെ ദൂരമുണ്ട് ഉള്ളല്ലേ? ആന്നല്ലയോ? എന്തായിരുന്നു പറഞ്ഞ പച്ച അച്ച അച്ചക്കണ്ണ. പിന്നെ പേക്കാവ് മൂലസ്ഥാനം കോടമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം പേക്കാവ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഖജാൻജി. ഓക്കെ, സെക്രട്ടറി. പരിചയപ്പെട്ടു. പറഞ്ഞു പേര് പറഞ്ഞു. റജി, ബുലാഷ്, രാജീവ്. ഓക്കെ, നിങ്ങളിവിടെ സ്റ്റേജ് ഒരുക്കുന്ന സമയം അല്ലേ? അവിടെയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അത് താഴെ ഉണ്ടല്ലേ? നാഗരാജ ക്ഷേത്രമുണ്ട്. അതെവിടാ? ഈ കാണുന്നു. ഇവിടെ അല്ലേ? അത് അന്നദാന ഷെഡ് അല്ലേ? അതില്ല, അത് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കേ പക്ഷേ രാകേഷേ, ഇതൊക്കെ ഒന്ന് വെട്ടിയ അല്ല, ഞാൻ പറയാം, ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ വ്യൂ പോയിന്റിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല വ്യൂ. ഫ്രണ്ട്സ്, അപ്പോഴേ ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ക്ഷേത്രം നമ്മളിന്ന് വന്ന് നടന്നൊക്കെ പറഞ്ഞു നോക്കി വിചാരിച്ചു. നമുക്ക് പഠിക്ക വരെ വന്നു, എൻ്റെ കമാനത്തിൻ്റെ കീഴിൽ വരെ വന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇതിപ്പം ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങൾ നടന്നു. നമുക്ക് എന്താണ് പാത്രത്ത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം മാത്രമേ നമുക്ക് ശിവരാത്രി മഹോത്സവത്തിന് പാട്ട് വെച്ച് നമ്മൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. അങ്ങ് അകലെ കാണുന്ന മരങ്ങൾക്കിടയിലൂടെയൊക്കെ ചെയ്യുന്ന തുമ്പ് പൊട്ടായിട്ട് കിട്ടുന്ന ചില വ്യൂകൾ, ആ വ്യൂക്ക് മനോഹരമാണ്. നമുക്ക് കർഷകരും കാണുന്നത് അതിൻ്റെ പ്രവർത്തനം പുതുതായിട്ട് ഉണ്ടാക്കിയതല്ലേ? വോട്ട് അന്നദാനം വെക്കാൻ. ഐതിഹ്യം ഇത് വർഷങ്ങൾ മുമ്പുള്ളതാണ്. 1960 ഭയങ്കര വനമായി. അന്ന് ഒരു സർക്കാരിൻ്റെ തടി തേക്കും അത് അങ്ങനെ വെട്ടിമാറ്റി 3.5 ഏക്കർ വീതം 103 പേർക്ക് കൊടുത്തു. അതിൽ 5 ഏക്കർ അമ്പലത്തിന് വേണ്ടി അന്നും തള്ളി. അപ്പോൾ ഇവിടെ ഈ പശുക്കളെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കാണാതെ പോകുന്ന സമയത്ത് ഇവിടെ വന്നാൽ പശുക്കളെ കാണാതെ പോകുന്ന പശുക്കളുടെ വീട്. അങ്ങനെ നേരത്തെ മുതൽ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ആരെന്ത് പ്രസ്ഥാനം തുടങ്ങണമെങ്കിലും അപ്പത്തിന് മുറുക്കാൻ തുടങ്ങണം. അപ്പം ആ ഐതിഹ്യം വെച്ചാണ് ഇവിടെ ഈ മലപ്രദേശം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വരുമാനമൊന്നും ഇല്ല. ഇവിടെ ആൾതാമസം വളരെ കുറവാണ്. പിന്നെ വെളിയിൽ നിന്നും അധികം ആൾക്കാർ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്, എന്നാലും കുറവാണ്. ഇവരെ നിന്നൊക്കെ ആൾക്കാരുള്ള ആൾക്കാരുണ്ട്. ആൾക്കാരുടെ എല്ലാവരും സഹകരണമാണ്. അങ്ങനെ എല്ലാവരും എവിടെ നിന്നൊക്കെ ആരെന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിന് വന്ന് നേരിൽ വന്ന് മുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക്
അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികളുണ്ടാകുന്നുണ്ട്. ഇത് ഈ കൗളാചാരം അങ്ങനെയുള്ള കൗളാചാരപ്രകാരം എവിടെയും കൗളാചാരം കാട്ടാളവേഷത്തിൽ ശിവനും പാടും. ഓക്കെ. ഈ കൗളാചാരത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നമ്മൾ കാണിച്ച അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു കുറിപ്പ് നമ്മൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതും കൂടെ കാണുമ്പോൾ കൗളാചാരം എന്താണെന്ന് മനസ്സിലാക്കാം. കോടമല എന്ന് പറയുന്നത് പ്രസിദ്ധിയാണ്. കോടമല ക്ഷേത്രം നമ്മുടെ എത്തിച്ചേരാൻ വഴിയെല്ലാം പണ്ട് വഴിയില്ല. പിന്നിപ്പോ റോഡായി. ഇത് ദേവസ്വം ബോർഡ് അങ്ങനൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ പ്രാദേശിക കമ്മിറ്റി നിങ്ങൾ 8 കരക്കാരുടെ കമ്മിറ്റി ട്രസ്റ്റ്. പിന്നെ എല്ലാം മലയാള മാസം ഏറ്റവും കൂടുതൽ ഇവിടെ പരിപാടികൾ ഊരാളി ഇല്ല വെച്ചിട്ടില്ല. വെള്ളത്തിന്റെ 2 ഏക്കർ 47 സെന്റ് സ്ഥലം അമ്പലത്തിന് വേണ്ടിയാണ്. അത് കുറഞ്ഞു വന്നു. കൈ ഓ ശരി. ഇപ്പൊ പരിസരമെല്ലാം ആൾക്കാർ കുറെ കൈ കയറി. അപ്പൊ നമ്മള് ഈ ഇരിക്കുന്ന സ്ഥലമേ ഉള്ളൂ. ഓ അത്രയൊക്കെ ഉള്ളൂ. വെള്ളത്തിന്റെ എങ്ങനെയാ പിക്കപ്പിനടി? താഴെയൊന്നും പൈപ്പ് ലൈൻ ഒന്നുമില്ല. കിണർ കുഴിക്കാൻ പറ്റത്തില്ല. പറയാം ബുദ്ധിമുട്ടുണ്ട്. കൊടുത്ത് വേറെ പണിയണം. എനിക്ക് നല്ല സാമ്പത്തിക ചെലവും കാര്യങ്ങളും എല്ലാം പൊട്ടിച്ച് മാറ്റുകയും പരിപാടി ഇപ്പൊ സ്പോൺസർ ഇങ്ങോട്ട് വന്നതാ കൈകൊട്ടിക്കളി. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ നോട്ടീസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ പരിപാടി ചെയ്യുന്നതിന് തടസ്സം വരണം. നമ്മൾ പറഞ്ഞു യാതൊരു തടസ്സമില്ല, ഏതോ സ്ഥലപരിമിതിയാണ്. അപ്പൊ അവര് വന്ന് കണ്ടപ്പോൾ 2 കല്ലുണ്ട്, ഇതൊന്ന് ഇളക്കി ഒന്ന് മാറ്റി ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ഞങ്ങള് കമ്മിറ്റിക്കാരെല്ലാം കൂടെ ജസ്റ്റ് ഒരു സ്റ്റേജ് ഒക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ സന്തോഷം അല്ലേ? വണ്ടി സൈറ്റിൽ എത്തുമല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങള് നടന്ന് സാധാരണ ഞങ്ങളൊരു 3 മണിക്കൂർ നടക്കാനൊക്കെ തയ്യാറായിട്ടത്. അല്ല എന്താന്ന് ചോദിച്ചാലേ ഞങ്ങൾക്ക് അവത്തം പറ്റും. ഞങ്ങൾ എല്ലായിടത്തും നടന്ന് നിന്ന് കഴിയുമ്പോൾ അവിടെ വണ്ടി ഇരിക്കും. ചെറിയൊരു സ്ഥലം കൂടെ അത് കണ്ടിട്ട് അങ്ങ് പോകും. ഓക്കെ. ഇത് മറ്റോ ഇത് ആലല്ലേ? ഇലയെല്ലാം പൊഴുങ്ങി നിൽക്കുമോ അല്ലേ? സ്വയം കളിച്ച ആല അല്ലേ? വെള്ളത്തിന്റെ പ്രശ്നമോ? വൈകിട്ടാകുമ്പോഴത്തേനും അങ്ങനെ റെഡിയോ? തളുക്കുക. ഇതായിട്ട് നല്ല രസമായിരിക്കും. ഇവിടെ അല്ലേ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ആന്നല്ലേ? വരാം. നോട്ടീസിങ് തന്നെ. വട്ടത്തറ കോടമല. നോക്കിക്കോ അല്ലേ ചാനൽ നോക്കി. ഫ്രണ്ട്സ്, അപ്പോൾ കോടമല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വട്ടത്തറ കോടമല ഇവിടുത്തെ ഈ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശിവരാത്രിക്ക് ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മാക്സിമം ശിവരാത്രിക്ക് വരാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കോടമല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ അവസാനിപ്പിച്ച് ഞങ്ങളിപ്പോൾ മല ഇറങ്ങുകയാണ്. മല ഇറങ്ങി ഇവിടെ വരുന്നവർക്ക് കിട്ടുന്നൊരു ഫീസ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ? ഏറ്റവും വലിയ കാര്യം ഫാമിലിയായിട്ട് ഒറ്റപ്പാടും ബഹളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒരു ബൈ കൊടുക്കും. അപ്പോൾ ടാറ്റ കൊടുത്തേരെ എല്ലാവർക്കും. ഓക്കെ ടാറ്റ.